കേരളം ചരിത്രത്തിൽ മുമ്പൊരിക്കലും കേട്ടിട്ടില്ലാത്ത കൊടും ചൂടിലും വരൾച്ചയിലും പൊള്ളിത്തീരുമ്പോൾ ഇവിടെ കേരളത്തിന്റെ വടക്കേയറ്റത്ത് തന്നെ ഒരു മനുഷ്യൻ ഭൂമിക്കടിയിലേക്ക് നൂഴ്ന്നിറങ്ങി ജലാംശങ്ങൾ കണ്ടെത്തി സ്വന്തം ജീവിതം തന്നെ ഒരു ജനതയുടെ ദാഹശമനത്തിനായി സമർപ്പിക്കുകയാണ്. വരാൻ പോകുന്നത് ജലയുദ്ധങ്ങളുടെ കാലമാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി ഭൂമിക്കടിയിൽ മണ്ണിനോടും ജലത്തോടും പാറയോടും പോരടിക്കുന്ന ഈ ഒരു മനുഷ്യനേക്കാൾ മറ്റൊരു സൈനാധിപനെയും നമുക്ക് എടുത്തു കാട്ടാനില്ല. തുളുനാടൻ മലഞ്ചെരിവുകളുടെ മനുഷ്യനിർമ്മിതമായ തുരങ്കങ്ങൾക്കുള്ളിൽ നിന്നും അധ്വാനശീലനായ ഒരു പച്ച മനുഷ്യൻ കണ്ടെത്തുന്ന ജലാറിവുകളും ജലസാമൂഹ്യ പ്രവർത്തനങ്ങളും തേടി കേരള എക്സ്പ്രസ് ഒരു യാത്ര പോവുകയാണ്. കൊടും വേനലിൽ സൂര്യന്റെ വിളയാട്ടങ്ങൾ പലമാതിരി എരിച്ചു കളഞ്ഞ മൊട്ടക്കുന്നുകളും നീണ്ട ചരൽപ്പാതുകളും പീഠഭൂമികളും അവയുടെ ഒട്ടും ഊഷ്മളമല്ലാത്ത താഴ്വാരങ്ങളും കണ്ട് നമ്മൾ കാസർഗോഡിൻ്റെ ചില വടക്കൻ ഗ്രാമങ്ങളിലെത്തിയാൽ ശരിക്കും അമ്പരന്നു പോവും. എങ്ങും മഴക്കാലത്തേതിന് സമമായ ഈർപ്പവും ജലാംശങ്ങളും തളം കെട്ടി നിൽക്കുന്ന കാർഷിക പ്രകൃതിയാണ് ഈ ഗ്രാമങ്ങളുടെ സമ്പത്ത്. ഏതു പൊള്ളിയുരുകുന്ന വേനലിലും ഈ നാടിനെ തണുപ്പിക്കുന്ന ജലസ്രോതസ്സുകൾക്ക് ഇവിടെ വരൾച്ചയില്ല. കേരളം അങ്ങോളം ഇങ്ങോളം ചുട്ടുപൊള്ളുമ്പോഴും കാസർകോട്ടെ കുറേ ഗ്രാമങ്ങൾ മാത്രം മനസ്സ് തണുപ്പിക്കുന്ന അത്ഭുതകരമായ ഈ പച്ചപ്പ് നിലനിർത്തുന്നുവെങ്കിൽ അതിനു പിന്നിൽ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി ഒരൊറ്റ മനുഷ്യൻ മണ്ണിനോടും ജലത്തിനോടും നടത്തുന്ന പരിധികളില്ലാത്തൊരു പോരാട്ടത്തിൻ്റെ കഥയുണ്ട്. കാസർകോട്ടെ പൊയിഞ്ഞാച്ചി കുണ്ടംകുഴി എന്ന ഗ്രാമം ഭൂപ്രകൃതിയിലും ഒരു കുഴി പോലെയാണ്. കുഴി മാത്രമല്ല, സമൃദ്ധമായ തുരങ്കങ്ങൾ തന്നെയാകുന്നു ഈ നാട്. കന്നഡ മലയാളത്തിൽ പറഞ്ഞാൽ സുരംഗകൾ. കാസർകോട്ടെയും പഴയ തെക്കൻ കാനറ ഭാഗങ്ങളിലെയും പൗരാണിക കാലം തൊട്ടേയുള്ള ഒരു പ്രധാന ജലസ്രോതസ്സാണ് സുരംഗകൾ. മനുഷ്യർ മലതുരന്നുപോയി ജലത്തിൻ്റെ അധിവാസ കേന്ദ്രങ്ങൾ കണ്ടെത്തുന്ന അതിസാഹസികമായ സൃഷ്ടിയാണ് സുരംഗകൾ. അധ്വാനവും ഭാവനയും ശാസ്ത്രവും ഇവിടെ സമാസമം ചേരുന്നു. ഒരാൾക്ക് കഷ്ടിച്ചു മാത്രം പോകാനുള്ള ഭൂമിക്കടിയിലെ ഇങ്ങനെ ഏതെങ്കിലും ഒരു തുരങ്കങ്ങളിലൂടെ പോയാലല്ലാതെ നമുക്ക് ഈ വേനൽക്കാലത്ത് അതിൻ്റെ സൃഷ്ടാവ് കുഞ്ഞമ്പുവേട്ടനെ കണ്ടുമുട്ടാനാവില്ല. മണ്ണിനും മനുഷ്യനും ദാഹശമനത്തിനു വേണ്ടി ഇങ്ങനെയൊരു മനുഷ്യൻ നിശബ്ദമായി ഭൂമിക്കടിയിൽ നടത്തുന്ന സേവനങ്ങൾക്ക് ഇക്കാലത്ത് വേറെ മാതൃകയില്ല. ഞാൻ എൻ്റെ 14 വയസ്സ് മുതലാണ് ഈ തുരങ്കത്തിൻ്റെ പണിക്ക് തുടങ്ങുന്നത്. അന്നൊക്കെ മണ്ണ് ചുമന്ന് പോകാൻ വേറെ ആൾ തുരങ്കം എടുക്കുമ്പോൾ മണ്ണ് ചുമക്കാനാണ് ആദ്യം പോയത്. 1-2 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രാക്ടീസായി പിന്നെ തുരക്കാൻ തുടങ്ങി. സ്വന്തമായി തുരങ്കം എടുക്കാൻ തുടങ്ങി. അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ നമ്മൾ കുറച്ചൊരു 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കുറേശ്ശെ വെള്ളത്തിൻ്റെ ഇതിൻ്റെ എല്ലാം ഭാഗങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ശേഷം നമ്മൾ സ്ഥാനം കാണും, നമ്മൾ തന്നെ തുരക്കും. അങ്ങനെ ഒരുപാട് തുരങ്കങ്ങൾ, 1000 തുരങ്കങ്ങൾ ഞാൻ എടുത്തില്ല. 1000-ലും കൂടുതൽ പോയി കാണും. പണ്ട് കുഞ്ഞമ്പൂട്ട് കാലത്ത് ഒരുപാട് വലിയ തുരപ്പന്മാരുണ്ടായിട്ടുണ്ടാവില്ലേ? ഒരുപാട് തുരക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പൊ എല്ലാം നിർത്തിയിരിക്കുക. കുറെ ആളെല്ലാം പ്രായ കൂടുതലായിട്ട് അങ്ങനെ, പിന്നെ കുറെ പേരെല്ലാം മരിച്ചുപോയി. ഇപ്പൊ ബാക്കിയുള്ളവര് പ്രായം ആയവരെല്ലാം നിർത്തി വെച്ചിരിക്കുക. പിന്നെ ഈ ഒരു സാഹസികമായ ജോലിക്ക് ഇപ്പോഴത്തെ ചെറുപ്പക്കാരോ ഇനിയൊന്നും ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ, ചെറുപ്പക്കാർ ഈ ഫീൽഡിലേക്ക് വന്നാൽ തന്നെ ഒരു 1-2 വർഷം പണിയെടുത്താൽ പിന്നെ അവൻ എടുക്കുന്നില്ല, അവൻ അത് ഉപേക്ഷിച്ച് പോവുക. എപ്പോഴും മണ്ണിനുള്ളിൽ തന്നെ പണിയെടുത്ത് മണ്ണുപോലെയൊരു മനുഷ്യൻ മറ്റുള്ളവർക്ക് ജലമെത്തിക്കാൻ മണ്ണിനോട് പോരടിക്കുന്ന കാഴ്ചയാണിത്. തുരങ്ക നിർമ്മാണത്തിലെ പഴയ ഒരു തലമുറ അപ്രത്യക്ഷമായതോടെ ഈ രംഗത്തിന്ന് അത്ഭുതകരമായ വൈഭവത്തോടെയും അധ്വാനശേഷിയോടെയും
കുഞ്ഞമ്പുവേട്ടൻ്റെ പേര് മാത്രമേ ഉയർന്നു കേൾക്കാനുള്ളൂ. ഒരുപക്ഷെ കുഞ്ഞമ്പുവേട്ടനോട് അവസാനിക്കുന്നു ഈ വിധിയെങ്കിൽ ഒരു നാട് ഒരു മഹാനദി വറ്റുന്നത് പോലെ തന്നെ ആകുലപ്പെടേണ്ടി വരും. കുഞ്ഞമ്പുവേട്ടൻ്റെ ആയിരക്കണക്കിന് തുരങ്കങ്ങൾ കൂട്ടിവെച്ചാൽ കാസർകോട്ടുകാർക്ക് ഒരു നദിയാകുന്നു. ശ്വാസതടസ്സം ഉണ്ടെങ്കിൽ നമ്മൾ ടോർച്ച് തലയിൽ കെട്ടിയിട്ടാണ് എടുക്കുന്നത് പണി. മെഴുതിരി വെട്ടം മങ്ങി പോകുന്നതായ സമയത്ത് 2 or 3 ഇത് ബാറ്ററി വെച്ചിട്ടുള്ള ടോർച്ചായിരിക്കണം. ഈ കറണ്ട് ടോർച്ച് തലയിൽ കെട്ടിയാൽ ഓക്സിജൻ വരികയില്ല. ഈ ബാറ്ററി വെച്ചിട്ടുള്ള ടോർച്ച് തലയിൽ കെട്ടുകയാണെങ്കിൽ ഒരാൾക്ക് ശ്വസിക്കാനില്ലതായ ഓക്സിജൻ അതിൽ നിന്ന് കിട്ടും. അങ്ങനെയാണ് അങ്ങനെ പോകുന്നത്. ഈ എത്ര കിലോമീറ്ററോളം കുഞ്ഞമ്പുവേട്ടൻ ജോലി ചെയ്തിട്ടുണ്ട് മുമ്പൊക്കെ? ഞാൻ മുമ്പൊക്കെ ഏതാണ്ട് ഒരു 150 മീറ്റർ വരെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. 150 മീറ്റർ വരെ. അപ്പൊ നമ്മളെ കണക്കിന് കോലിക്കണക്ക് പറയുന്നത് വെച്ചാൽ 230 കോലാകുന്നുണ്ട് 150 മീറ്റർ എന്ന് പറയുമ്പോൾ. അപ്പൊ 230 കോല് വരെ തുറന്ന തുരങ്കങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ തന്നെ തുറന്ന തുരങ്കങ്ങളുണ്ട്. പിന്നെ അകത്ത് വലിയ ചാല് പോലെ മാളങ്ങൾ കിട്ടുന്നുണ്ട്. ഈ മാളങ്ങളിൽ കയറിയിട്ട് നമ്മൾ പോകും. അത് 300 കോലും 350 കോലെല്ലാം പോകും. അതിൽ ഓക്സിജൻ കിട്ടും. എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ അറ്റത്ത് വെള്ളം ഒഴുകുമ്പോൾ ഓക്സിജൻ തനിയെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് എത്രയും നടന്നു പോകാൻ പറ്റുന്നുണ്ട്. ഈ വെള്ളമില്ലാത്ത തുരങ്കത്തിലാണ് നമ്മൾക്ക് ഓക്സിജൻ കിട്ടാൻ ബുദ്ധിമുട്ട്. എത്ര കിലോമീറ്ററോളം പോയാൽ ഈ മറ്റേ ജലം കിട്ടും ഇവിടെയൊക്കെ? ജലം അങ്ങനെ കിലോമീറ്റർ കണക്കിനൊന്നും പോകണ്ട. ഇവിടെ ഏതാണ്ട് ഇപ്പം 100 കോലിന് താഴെ ഇരിക്കുന്ന തുരങ്കങ്ങളാണ് കുറേ കൂടുതലും ഇരിക്കുന്നത്. പിന്നെ വെള്ളം കിട്ടിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി വിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് തുരങ്ങ് പോകും. മനുഷ്യ ശരീരത്തിലെ ഞരമ്പുകൾ പോലെയാണ് ഭൂമിക്കടിയിലെ നീർച്ചാലുകൾ. കുഞ്ഞമ്പുവേട്ടൻ തൻ്റെ സവിശേഷമായ സിദ്ധി കൊണ്ട് അവയുടെ സാന്നിധ്യം കണ്ടെത്തുന്നു. പിന്നെ ഭൂഗർഭത്തിലെ ആ അജ്ഞാത ലോകത്തിലേക്ക് ഒരു മെഴുകുതിരിയും പിക്കാസുമായി കിളച്ചു പോകുന്നു. ജലത്തെ പിടിച്ചുകെട്ടും വരെ കുഞ്ഞമ്പുവേട്ടന് വിശ്രമമില്ല. ഭൂമിക്കടിയിൽ തന്നെ ശാഖകളായും കൈവഴികളായും വേറെയും തുരങ്കങ്ങൾ നിർമ്മിക്കും. ഒടുവിൽ ജലത്തെ ഒരൊറ്റച്ചാലിലൂടെ പുറത്തെത്തിക്കും. ശരിക്കും ജലം കൊണ്ട് അനുഗ്രഹം ലഭിച്ച മനുഷ്യൻ. എന്ന് വെച്ചാൽ എൻ്റെ ചെറിയ കാലത്ത് ഞാൻ ചെറിയതായിരിക്കുന്നതായ സമയത്ത് തുരങ്കങ്ങൾ വളരെ കുറവായിരുന്നു. പിന്നെയാണ് ഈ തുരങ്കം തന്നെ എടുക്കാൻ തുടങ്ങിയത്. ഒരുപാട് പേര് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര്. അതെല്ലാം കഴിഞ്ഞു. ഒരു സമയത്ത് എല്ലാവർക്കും തുരങ്കത്തോട് വലിയ ആകർഷണം ഉണ്ടായിരുന്നു. എല്ലാവരും പണിയും അതുപോലെ പണിതുകൊണ്ടുണ്ടായിരുന്നു. അത് ഓരോരാളും ഒരു 4 കൊല്ലം 5 കൊല്ലം പണിത് കഴിയുമ്പോൾ അവർ നിർത്തി പോവുക. പിന്നെ നമ്മൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാത്രം ഈ 50 വർഷം ഈ പണി എടുത്തുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ 50 വർഷമായി. ഇനിയും ഇപ്പോൾ പറ്റുന്നത്ര എൻ്റെ പ്രായം എടുക്കാൻ പറ്റുന്നത്രയും ഞാൻ ചെയ്തു കൊടുക്കാമെന്നില്ലേ. ഇതാണ് വടക്കൻ കാസർഗോഡിൻ്റെയും തുളുനാടിൻ്റെയും വലിയൊരു ഭാഗം പ്രദേശങ്ങളെങ്കിലും ഇന്ന് വേനൽക്കാലത്ത് വെള്ളം കുടിക്കുന്നത് കുഞ്ഞമ്പുവേട്ടനുള്ളത് കൊണ്ടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദിയൊഴുകുന്ന ജില്ലയാണ് കാസർഗോഡ്. എന്നിട്ടും ഭൂമിക്കടിയിൽ കുഞ്ഞമ്പുവേട്ടൻ കണ്ടെത്തുന്ന ജലപ്രവാഹമില്ലാതെ ഈ നാടിന് ഒരു വേനൽ അതിജീവനവുമില്ല. കർണാടകയിലെ ബിദറിലെ 100 കണക്കിന് വർഷം പഴക്കമുള്ള യുനെസ്കോയുടെ ലോക പൈതൃക നിരീക്ഷണ പട്ടികയിലുള്ള തുരങ്ക ജലസ്രോതസ്സുകൾക്ക് ജീവൻ നൽകിയത് കുഞ്ഞമ്പുവേട്ടനാണ്. ബിദറിലെ ജില്ലാ കലക്ടർ വന്ന് കുഞ്ഞമ്പുവേട്ടനെ നേരിട്ട് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. രാജ്യത്തെ പ്രമുഖ ഭൗമശാസ്ത്രജ്ഞർ പങ്കെടുത്ത ചടങ്ങിൽ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ് കുഞ്ഞമ്പുവേട്ടനെ ആദരിച്ചത്. മണ്ണിൽ പണിയെടുക്കുകയും മണ്ണുപുരണ്ട ജീവിതവുമായതുകൊണ്ടാകണം മലയാളികൾ മാത്രം ഈ മനുഷ്യനെ മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ ഒരു 600-650 വർഷം മുമ്പേ രാജാക്കന്മാരുടെ കോട്ടയും
ആ കോട്ടയോടനുബന്ധിച്ചിട്ട് അവർക്ക് കുളിക്കാനുള്ള കുളം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു, വലിയ കുളം. അതിലേക്ക് വെള്ളം വരാൻ വേണ്ടിയിട്ടും അവിടുത്തെ പ്രജകൾക്ക് കൃഷി ചെയ്യാനുള്ളതായ വെള്ളവും കിട്ടാൻ വേണ്ടിയിട്ട് 2 കിലോമീറ്ററോളം തുരങ്കം എടുത്തിട്ടുണ്ട് പണ്ട് കാലത്ത്, 650 വർഷം മുമ്പേ. അതിന് 23 എയർ ബെൻഡ് ഉണ്ട്. 100 മീറ്ററിന് ഒരു കിണറിന്റെ കണക്കിനാണ് പോയത്. അത് അവിടെ എല്ലാം ലെവൽ സ്ഥലമാണ്, ഇവിടുത്തെ പോലെ വലിയ മലയും കുന്നൊന്നുമല്ല. ലെവൽ സ്ഥലം ആയതുകൊണ്ട് ഈ ഒന്നിലേക്ക് ഇങ്ങനെ പിന്നെ തുരങ്കം ഉണ്ടാക്കി പോയി. അതെല്ലാം ഈ 1000-600 വർഷം മുമ്പല്ലേ, അതെല്ലാം മൂടിപ്പോയായിരുന്നു. അതിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ തലമുറക്കാർക്ക് അതൊന്നും അറിയില്ല. അങ്ങനെ തിരക്കി വന്നപ്പോഴാണ് ചിറ്റൂർ പാലക്കാട് ചിറ്റൂർ കോളേജിലെ പ്രൊഫസറായ ഗോവിന്ദൻകുട്ടി സാറും എന്നെ തിരക്കി വരുന്നത്. വന്നിട്ടാണ് നമ്മളെ അവിടത്തേക്ക് ക്ഷണിക്കുന്നത്. ഞാൻ അവിടെ 1 മാസത്തോളം ബാക്കിയുള്ളവരെ പണിയെടുപ്പിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു. 10-15-20 ആളെല്ലാം ഒന്നിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു. ആ പണി അവർക്ക് പഠിപ്പിച്ചിട്ടാണ് ഞാൻ 1 മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നത്. അത് വിജയമായി, അവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലായി. പിന്നെ ഇപ്പോൾ അതിൽ അവർ പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ട്. ക്രിസ്തുവിന് മുമ്പ് തന്നെ ഇറാനിലും ഇറാഖിലും അർമേനിയയിലും തുരങ്കങ്ങൾ ജലസ്രോതസ്സുകളായിട്ടുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ നിന്നെത്തിയ അറബികളാണ് കേരളത്തിനും ദക്ഷിണ കന്നഡയ്ക്കും തുരങ്കങ്ങൾ പരിചയപ്പെടുത്തിയതെന്ന് കരുതുന്നു. ലണ്ടൻ നഗരത്തിലും ആധുനികവൽക്കരിച്ച തുരങ്ക ജലസ്രോതസ്സുകളുണ്ട്. 75% പാറക്കെട്ടുകളും ലാറ്ററൈറ്റ് മണ്ണും ചെങ്കുത്തായ മലനിരകൾ നിറഞ്ഞ ഭൗമഘടനയുമാണ് കിണർനിർമ്മാണത്തിൽ നിന്ന് മാറി ഈ നാടിനെ തുരങ്ക നിർമ്മാണത്തിലേക്ക് നയിച്ചതെന്ന് കരുതുന്നു. കിണർ ഒരു സംഘനിർമ്മിതിയാണെങ്കിൽ സാഹസികവും അപായം നിറഞ്ഞതുമായ ഒരൊറ്റയാൾ പോരാട്ടമാണ് സുരംഗ നിർമ്മാണം. നമ്മൾ ഈ വെള്ളത്തിന്റെ സ്രോതസ് ഉണ്ടാകുന്ന ഭൂമി ഏതെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കും. അവിടെ നിന്ന് ഇത്ര മീറ്റർ പോയാൽ ആ വെള്ളത്തിന്റെ സ്രോതസ് നമുക്ക് കിട്ടുന്നുള്ളത് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ തുരങ്കം കൊടുക്കുന്നത്. അല്ലാതെ കണ്ടിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും പോയി തുരന്നതിന് കൊണ്ടൊന്നും അർത്ഥമില്ല. പണ്ട് കാലത്ത് കുറെ ആൾക്കാരെല്ലാം അങ്ങനെ തുറന്നിട്ടുണ്ട്, ഒരുപാട് തുരങ്കങ്ങൾ വെറുതെ ഉപേക്ഷിച്ചിട്ടുണ്ട് വെള്ളം കിട്ടാതെ. നമ്മൾ ഇടിഞ്ഞിട്ടുണ്ട് ചില സമയത്ത് തുരക്കുമ്പോ എന്റെ കഴുത്തൊപ്പം മൂടിയിട്ടുണ്ട്, മണ്ണ് മൂടിയിട്ടുണ്ട്. സൈഡിൽ നിന്ന് ഇടിഞ്ഞിട്ട് കഴുത്തൊപ്പം മൂടിയ ചരിത്രമുണ്ട്. അപ്പോൾ കുഞ്ഞമ്പാട്ടിന് ചില അശ്രദ്ധകൾ പറ്റിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചു കാലം മുമ്പേ എന്ന് പറഞ്ഞാൽ കുറേ കാലം മുമ്പേ, ഒരു 10-25-30 വർഷം മുമ്പേ. അതിന്റെ ശേഷം എനിക്ക് അത്തരം മണ്ടത്തരം പറ്റിയിട്ടില്ല. ഇല്ല, അഥവാ ഇടിയുന്നുണ്ടെങ്കിൽ എനിക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് ഇടിയുന്നുണ്ട്. ഞാൻ അകത്ത് പണിതുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇടിച്ചൽ വരുന്ന സ്ഥലം നമ്മൾ നേരത്തെ കവർ ചെയ്യും. അത് ഇങ്ങനെ അതിനെ നോട്ട് ചെയ്ത് വെക്കും. അത് അവിടെ ഇടിച്ചൽ ഇങ്ങനെ പയ്യെ അങ്ങനെ തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എതിരിൽ മെഴുതിരി കത്തിച്ച് വെച്ചത് പയ്യെ അങ്ങ് കെടാൻ തുടങ്ങും. അന്നേരത്ത് വിചാരിക്കണം അവിടെ എവിടെയോ പൊട്ടൽ വീഴുന്നുണ്ട്, അതിപ്പോൾ ഇടിഞ്ഞ് വീഴുന്നു. അപ്പൊ പുറത്തുള്ള ആളോട് അകത്തോട്ട് കയറണ്ടെന്ന് പറയും. ഞാൻ പുറത്തോട്ട് നിന്ന് ഇറങ്ങുമില്ല, ഞാൻ മുമ്പിൽ നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കും. അപ്പൊ അത് ഇടിഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പുറത്തിറങ്ങൂ. അല്ലെങ്കിൽ അബദ്ധം പറ്റും. ശരീരത്തിൽ ഇടിഞ്ഞു വീണാ പിന്നെ പുറത്തേക്ക് നോക്കണ്ടല്ലോ. അല്ല, പിന്നെ ഈ തുരങ്കം എന്ന് പറഞ്ഞ സൈഡാണ് ആദ്യം ഇടിയുന്നത്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സൈഡ് ഇടിയുന്നത് കൊണ്ട് ഒരാൾ തട്ടിപ്പോവില്ല. മോളിന്ന് ഇടിഞ്ഞാൽ മാത്രമേ ആൾക്ക് ഭംഗം വരൂ. വരാനിരിക്കുന്നത് വലിയ ജലയുദ്ധമായിരിക്കുമെന്ന് ഇനി ആർക്കും സംശയമില്ല. കേരളത്തിൻ്റെ 65% രൂക്ഷമായ ജലക്ഷാമത്തിൻ്റെയും വരൾച്ചയുടെയും പിടിയിലകപ്പെട്ടിരിക്കുന്നു. സ്വാഭാവിക ജലസ്രോതസ്സുകളെല്ലാം വഴിവിട്ട വികസനം കൊണ്ട് കുഴിച്ചുമൂടപ്പെട്ടു. കുഴൽക്കിണറുകൾ വരെ വറ്റിവരണ്ട് ഭൂമി വെറും വെള്ളമില്ലാത്ത തൊണ്ടായി. പതിവിൽ കൂടുതൽ മഴ ലഭിച്ചാലും സ്ഥിതി പരിതാപകരം തന്നെയാണ്. ഉപരിതല ജലസ്രോതസ്സുകളെക്കുറിച്ച് അവിടെ കുഞ്ഞമ്പുവേട്ടൻ പ്രചരിപ്പിക്കുന്ന അറിവുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഇതുപോലെ നമ്മൾ ജലക്ഷാമം വന്നു കഴിഞ്ഞാൽ, ഇതുപോലെ വരൾച്ച വന്നു കഴിഞ്ഞാൽ
ജലക്ഷാമം വരും. മഴ കുറവാണ്, മഴയില്ലാത്തത് കാരണമാണ് ഇപ്പൊ ജലക്ഷാമം വരാൻ കാരണം. പിന്നെ ആളുകൾ പറയുന്നു നമ്മളെ കുന്ന് കാടുകൾ എല്ലാം അതല്ല, മഴ കുറയുന്ന കാരണമാണ്. ഭൂമിക്ക് ചൂട് കൂടുതൽ വരുന്നുണ്ട്. പിന്നെ കാടും മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞാലേ ഭൂമിക്ക് ചൂട് കൂടുമല്ലോ, കൂടും. അപ്പോൾ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് നേരിട്ടടിക്കാൻ തുടങ്ങി. നല്ല കാടും നല്ല വൃക്ഷങ്ങളെല്ലാം വളർത്തിയെടുത്താൽ കുറെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പിന്നെ പുഴകൾ നികത്തുന്നു, ചതുപ്പുകൾ നികത്തുന്നു, ഇത്തരം പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് പരിസ്ഥിതി പ്രവർത്തകർ. അതെ, എത്രയോ പേര് ഞാൻ സ്ഥലം വിറ്റേച്ച് പോവുക, എനിക്ക് കുടിക്കാൻ വെള്ളമില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയി നോക്കിയിട്ട് പിന്നെ അവർക്ക് വെള്ളമാക്കി കൊടുത്തിട്ടുണ്ട്. അവർ ഇന്നും നമ്മളെ സ്തുതി പാടുന്നുണ്ട്. അതുപോലെ ഉള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എവിടെ ചെന്നാലും നമ്മൾക്ക് എതിരായിട്ടൊരു ആൾക്കാരും ഉണ്ടാവില്ല എന്നാണ് നമ്മളെ വിശ്വാസം. അത്രമാത്രം ദാഹിക്കുന്നവർക്കും വരൾച്ച അനുഭവിക്കുന്നവർക്കും കുഞ്ഞമ്പുവേട്ടൻ വെള്ളം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത്രമാത്രം. അത് ഏകദേശം ഈ ജലക്ഷാമത്തിന്റെ ഒരു പരിഹാരം ഇത്തരം തുരങ്കങ്ങൾ തന്നെയാണല്ലേ? തീർച്ചയായിട്ടും കിണറും തുരങ്കവും എല്ലാം. പക്ഷെ കിണർ വെള്ളത്തിനേക്കാളും ശുദ്ധമാണെന്നൊക്കെയാണല്ലേ പറയുന്നത്? അതെ. പക്ഷെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുഴൽ കിണറുകൾ വ്യാപകമായി വരുന്നുണ്ടല്ലോ. കുഴൽ കിണറിനെ പറ്റിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ അഭിപ്രായമില്ല. വലിയ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് ഭൂമിയുടെ ഏറ്റവും അടിയിൽ ഭൂഗർഭജലമാണ് കൊണ്ടുവരുന്നത്. ഭൂഗർഭജലം എന്ന് പറയുന്നതേ ഉള്ളൂ. ഇവിടെ ഒന്നും ഭൂഗർഭജലം ഇല്ല. ഈ ഭൂഗർഭജലം എന്ന് പറയുന്നത് നിരപ്പ് സ്ഥലത്ത് പിന്നെ കുഴൽ കണ്ട് കുത്തിയിട്ട് എടുക്കുന്നതാണ് ഈ ഭൂഗർഭജലം. അല്ലാതെ ഒരു മലയുടെ ചെരുവിൽ കുത്തിയാൽ ഭൂഗർഭജലത്തിലേക്ക് എത്തില്ല. പിന്നെ മുകളിലേക്ക് വരുന്നത് അത് ഈ മലയുടെ ഇടുക്കിൽ എവിടെയെങ്കിലും തങ്ങിക്കിടക്കുന്നത് അടുത്തേക്ക് സ്രോതസ് ഇറങ്ങി ചെല്ലുന്നതായ വെള്ളം തളം കെട്ടി നിൽക്കുന്നതായ ദിക്കിലേക്ക് ചെന്നാൽ ചില അവസരത്തിൽ അങ്ങനെ കിട്ടും. ചില കുഴൽ കിണറുണ്ടല്ലോ, ഒരു 4-5 വർഷം വെള്ളം വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വറ്റിപ്പോവും. ചില ആൾ പറയും 4-5 വെള്ളമുണ്ട് 6-5 വെള്ളമുണ്ട് എന്ന് പറയും. ഒരു 4-5 വർഷം ഈ വെള്ളം വലിച്ചാകുമ്പോൾ അത് തീർത്തും പറ്റും. 24 മണിക്കൂർ അടിച്ച കുഴൽ കിണറെല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. 3 വർഷം കഴിയുമ്പോൾ അത് വറ്റി. അപ്പൊ ഈ ഭൂഗർഭജലം എന്ന് പറയുന്നതൊക്കെ വെറുതെ കളവാണ്. ഈ ജലസ്രോതസ്സുകൾ തന്നെയാണ് ഇതൊക്കെ വരുന്നത്. ഈ നമ്മളെ കേരളത്തിൽ മിക്കവാറും ഈ ജലസ്രോതസ് തന്നെയാണ് വരുന്നത്, വെള്ളമായിട്ട് മുകളിലേക്ക് വരുന്നത്. അതെ, ഈ കരിങ്കല്ലിന്റെ അടി ഭാഗത്തേക്ക് ചെല്ലുന്ന വെള്ളം സ്രോതസ്സായിട്ട് വരുന്നു. അത് സ്ഥാനം തെറ്റിപ്പോയി ആ വെള്ളം കിട്ടുകയെന്ന് പറഞ്ഞാൽ ഈ കരിങ്കല്ലിന്റെ ഒരേ കല്ല് ആണെങ്കിൽ ആ കല്ലിൽ വെള്ളം എവിടെയും വിള്ളലില്ലാതിരുന്ന വെള്ളം വരികയില്ല. ഭൂഗർഭജലം കിട്ടുന്നതാണെങ്കിൽ എവിടെ കുത്തിയാലും കിട്ടണ്ടേ? അതില്ലല്ലോ. ഒരു ജനത കുഞ്ഞമ്പുവേട്ടനിലൂടെ ജലസ്വാശ്രയമാകുന്ന കഥയാണ് കാസർഗോഡിൻ്റെ ഈ വടക്കൻ ഗ്രാമങ്ങൾക്ക് പറയാനുള്ളത്. വെള്ളം കിട്ടാത്ത മനുഷ്യന് വെള്ളം എത്തിക്കുന്നതിനേക്കാൾ വലിയ സാമൂഹ്യ പ്രവർത്തനമോ രാഷ്ട്രീയ പ്രവർത്തനമോ മനുഷ്യകാരുണ്യ പ്രവർത്തനമോ ഇല്ല. ഭരണകൂടവും മുഖ്യധാര പരിസ്ഥിതി പ്രവർത്തകരും ചെയ്തു കൂട്ടുന്ന ചട്ടപ്പടി ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് ഒരു പച്ചയായ മനുഷ്യൻ നടത്തുന്ന ഈ വലിയ ജലസേവനങ്ങൾ എവിടെയും രേഖപ്പെടുത്തപ്പെടുന്നില്ലെന്നതാണ് ഖേദകരം. സദാ ഭൂമിക്കടിയിൽ സഞ്ചരിച്ച് സഹജീവികൾക്ക് വേണ്ടി ജലം തേടി നടക്കുന്ന ഈ മനുഷ്യൻ ആ ആത്മസാക്ഷാത്കാരം കൊണ്ട് തന്നെ സംതൃപ്തനാകുകയാണ്. ഈ കുഞ്ഞമ്പൂട്ടനെ എനിക്ക് തോന്നുന്നത് ഈ ഭൂമിക്ക് മുകളിലൂടെ യാത്ര ചെയ്തതിനേക്കാളും ഭൂമിക്ക് അടിയിലൂടെ ആയിരിക്കും യാത്ര ചെയ്തിട്ടുണ്ടാവുക. അതങ്ങനെയാണ്. എന്നാൽ ഭൂമിയുടെ മുകളിൽ നിന്നതിനേക്കാളും അടിയിൽ തന്നെ ആയിരുന്നു എപ്പോഴും എന്നാണ് എനിക്കും തോന്നുന്നത്. അത് പക്ഷേ വലിയൊരു ഗുണത്തിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ ഒരു പ്രദേശത്തിൻ്റെ ഒരു ജലക്ഷാമം മുഴുവൻ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞമ്പേട്ടൻ ഭൂമിക്ക് അടിയിലേക്ക് പോകുന്നത്. അതിനെ അപ്പുറത്തൊരു നന്മയില്ല. അങ്ങനെ ആയിരിക്കാം. അതല്ലാതെ വേറെ ഇപ്പൊ നമ്മളെ തന്നെ പുകഴ്ത്തി പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ നമ്മളെ പുകഴ്ത്തി പറയുന്നല്ലാതെ നമ്മളെ പുകഴ്ത്തുന്നതിനെ കൊണ്ട് അർത്ഥമില്ലല്ലോ. ഇല്ല. അതാണ് നമ്മള്. പക്ഷെ എത്ര കാലം ഇനി ഇത്തരം ജോലികളൊക്കെ ബാക്കിയാവും എന്നുള്ളൊരു സംശയമുണ്ട് കുഞ്ഞമ്പേട്ടനെ ആയാലും. ഇതിപ്പോ എന്നെ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവൂലെന്നാണ് തോന്നുന്നത്. പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് പഠിക്കണം. ഈ കർണാടക സ്റ്റേറ്റിൽ നിന്നോ അങ്ങനെയല്ലേ ചില ആൾക്കാർ കുറച്ച് പഠിച്ചിട്ടുണ്ട് എന്ന് എൻ്റെ അറിവിൽ പെട്ടത്. ഇപ്പോൾ
കുഞ്ഞമ്പോട്ടന് ഇനിയും ഒരു പരിധി ഉണ്ട് അല്ലേ, ഭൂമിക്കടിയിലേക്കൊക്കെ പോകുന്നതിലൊരു ഇനിയിപ്പോ പ്രായം 64 ഇനിയിപ്പോ എത്ര കണ്ട് പോകാൻ പറ്റും അത്ര കണ്ട് പോവാം. അത്ര കണ്ട് ഭൂമിക്കടിയിലൂടെ പോവാം. അത് തന്നെ. കൊടും വരൾച്ച നേരിടുന്ന മധ്യപ്രദേശിലെ തിക്കങ്കറിലെ ജമുനിയ നദിയിലെ ജലം അപഹരിക്കാതിരിക്കാൻ ജനങ്ങൾ തോക്കുമായി കാവൽ നിൽക്കുന്ന വാർത്ത അടുത്തിടെയാണ് പുറത്തു വന്നത്. രാജ്യം ഇനി വെള്ളത്തിനായി പരസ്പരം തോക്കെടുക്കുന്നതും വരും വർഷങ്ങളിൽ ഇവിടെ ഒരു വാർത്ത പോലുമാവില്ല. അപ്പോഴെങ്കിലും കുഞ്ഞമ്പുവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് കാസർകോട്ടുകാരെങ്കിലും മറക്കരുത്. കേരളത്തിൽ നമ്മൾ കുടിവെള്ളത്തിനായുള്ള ലോകയുദ്ധത്തിന്റെ ആരംഭം കേട്ടത് 15 വർഷം മുമ്പ് പാലക്കാട്ടെ പ്ലാച്ചിമടയിൽ നിന്നാണ്. എന്നാൽ ഇന്ന് കേരളം മുഴുവൻ വെള്ളം കിട്ടാത്ത പ്ലാച്ചിമടകളായി ആരോടൊന്നില്ലാത്ത യുദ്ധത്തിലാണ്. 2 മഴക്കാലവും 44 നദികളും കുന്നുകളും മലകളും പുഴകളും തോടുകളും കായലുകളും ചതുപ്പുകളും നിറഞ്ഞ കേരളം ഇനിയും ഇവിടെ നികത്തപ്പെടാതെയും ഇടിച്ചു നിരത്തപ്പെടാതെയും ബാക്കിയുണ്ടെങ്കിൽ